സ്റ്റാൻലി സാറേ നമസ്കാരം. നമസ്കാരം. സാറേ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആ, മാധവ് ഗാഡ്ഗിലും കസ്തൂരി രംഗനെ പറ്റിയിട്ടൊക്കെ ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് കുറേ ടോപ്പിക്കും അതിനെപ്പറ്റി കുറേ ഡിസ്കഷനും ഒക്കെ നമ്മുടെ ചാനലുകളൊക്കെ 24/7 ഇപ്പോൾ അതിൻ്റെ കവറേജ്. ഇപ്പോൾ എല്ലാവരും അർജുനെ മറന്നു, ഷിറൂർ മറന്നു, അതൊക്കെ കഴിഞ്ഞു. ഇനി അടുത്ത തിരുവനന്തപുരത്ത് ആ തോട്ടിൽ വീണ് മരിച്ച ആളെ പറ്റി മറന്നു, എല്ലാം മറന്നു. ഇപ്പോൾ പുതിയൊരു ഇതാണ് നടക്കുന്നത് ഈ കവറേജ്. വയനാടിന് ഇനി കുറേ ദിവസം നടക്കും, അത് കഴിയുമ്പോൾ വേറെ ഒരു ഇതിലേക്ക് കിടക്കും. അത് നമ്മൾ മീഡിയയുടെ ഒരു ഹാബിറ്റ് ആയിപ്പോയി. പക്ഷെ നമുക്ക് ഇന്നത്തെ ഡിബേറ്റ് അതല്ല സാർ. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നമ്മുടെ ABC മലയാളത്തിൽ ചർച്ച ചെയ്തിരുന്നു ഇന്നലെ. ഈ നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, 6ാമത്തെ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ. ഇതുവരെ 5 പ്രാവശ്യം നോട്ടിഫിക്കേഷൻ കൊടുത്തു. പക്ഷേ ഈ പറഞ്ഞ മാതിരി കേരളം സമ്മതിച്ചില്ല, കർണാടകം സമ്മതിച്ചില്ല, മഹാരാഷ്ട്ര ഓക്കെ എന്ന് പറഞ്ഞു, ഗുജറാത്തിന് പിന്നെ അത്ര വലിയ ഏരിയ ഇല്ല, തമിഴ്നാടും ഓക്കെ എന്ന് പറഞ്ഞു, ഗോവയ്ക്ക് പിന്നെ ചെറിയൊരു റീജൻ മാത്രമേ വെസ്റ്റേൺ ഗാട്ട്സിലുള്ളൂ. പക്ഷെ സാറേ, സാർ ഒരു ഈ പറഞ്ഞ മാതിരി കാർഷിക ഫീൽഡായിട്ട് നിങ്ങളുടെ ഒരു ഫാമിലി ഇതിലും വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ, ഈ മാധവ് ഗാഡ്ഗിൽ എന്ന് പറയലും ഏതോ ഒരു ചെകുത്താൻ എവിടുന്ന് ഓടി വന്ന് നമ്മുടെ സ്ഥലമൊക്കെ പഠിച്ചെടുക്കാൻ പോകണമെന്ന് കേട്ട് ഒരു കുറേ കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഓടിച്ചു. പിന്നെ നമ്മൾ കാണാം PT തോമസിനെ മാതിരിയുള്ള ആളെ ഈ പറഞ്ഞ മാതിരി വെള്ളം കുടിപ്പിച്ചു, ടിക്കറ്റ് കൊടുത്തില്ല, അതൊക്കെ ചെയ്തു കോൺഗ്രസ്സുകാർ. പക്ഷെ സാറേ, നമുക്കൊരു ഒരു എക്സാമ്പിൾ നോക്കണം. ഞാനിപ്പോഴും പറയാറുണ്ട്, ഈ മേധാ പട്കറിന്റെ പണ്ട് സാറിന് ഓർമ്മയുണ്ടായിരിക്കും, പണ്ടൊരു നമ്മുടെ സർദാർ സരോവർ ഡാമിന്റെ അഗെയിൻസ്റ്റ് ആയിട്ട് അത് മോദി ഗവൺമെന്റ് അതിനേക്കാൾ മുമ്പായിട്ട് പ്രൊട്ടസ്റ്റ് നടത്തി. ഓൾമോസ്റ്റ് 20 കൊല്ലം വരെ ആ ഡാം പണിയാൻ സമ്മതിച്ചില്ല. പണിതു, പക്ഷെ അതിന്റെ ഹൈറ്റ് കൂട്ടാൻ സമ്മതിച്ചില്ല അത് കഴിഞ്ഞിട്ട്. പക്ഷെ ഇന്നിപ്പോ സർദാർ സരോവറിൽ പോയിക്കാൻ ഞാൻ പോയിരുന്നു, അവിടെ ഒരു കോവിഡിന് ജസ്റ്റ് മുമ്പ് അവിടെ പോയിരുന്നു. അവിടുത്തെ വെള്ളം കിട്ടുന്ന അതിന്റെ ഇമ്പാക്റ്റ് മഹാരാഷ്ട്രയ്ക്കും ഈ പറഞ്ഞ മാതിരി രാജസ്ഥാനിനുമാണ് ഗുജറാത്തിനെക്കാട്ടും കൂടുതൽ. ബിക്കോസ് നർമ്മദ എന്ന് പറഞ്ഞ പുഴ എൻ്റെ ഡയറക്ഷൻ ഓഫ് ഫ്ലോ റിവേഴ്സാണ്, കടലിലേക്കല്ല പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ബെനിഫിറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, ഓക്കെ, എൻവയൺമെൻറ്റ് ആണോ ഇമ്പോർട്ടൻറ്റ് അതോ ഡെവലപ്മെൻ്റ് ആണോ വേണ്ടത്, നമുക്ക് എന്താണ് വേണ്ടതെന്ന് തോന്നും. പക്ഷെ സാറേ, ഒരു നോർമൽ ഈ പറഞ്ഞ മാതിരി കേരളത്തിൽ താമസിക്കുന്ന ഒരു നോർമൽ ഒരു കോട്ടയം സൈഡിൽ നിന്ന് വരുന്ന ആൾ നോക്കുകയാണെങ്കിൽ ഈ ഡിബേറ്റ് എങ്ങോട്ടാണ് സാറേ പോകുന്നത്? ബിക്കോസ് ഈ വയനാട് ദുരന്തം കഴിഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്ന ഓക്കെ, എൻവയൺമെൻറ്റ് നമ്മൾ റെസ്പെക്ട് ചെയ്യണം, ശരിയാണത്. ഇപ്പോൾ ചിലപ്പോൾ പറയും അതുമല്ല, കാർഷികം നമ്മുടെ ചെറിയ സംസ്ഥാനമാണ്, നമ്മൾ പച്ചക്കറി വാങ്ങണ മുഴുവൻ തമിഴ്നാട്ടിൽ നിന്നാണ്, ഈ പറഞ്ഞ മാതിരി ബാക്കിയുള്ള സാധനങ്ങൾ അരി വരുന്ന ആന്ധ്രയിൽ നിന്നാണ്. അതേ സമയത്ത് കേരളത്തിൽ ഈ പറഞ്ഞ മാതിരി ഈ ഒരു എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ് ഇനി വരാൻ പോണ ആഴ്ചയിൽ, ഇത് 60 ദിവസത്തിനുള്ള കേരള ഗവൺമെൻറ് ഇതിൻ്റെ, കേരളം മാത്രമല്ല എല്ലാ ഈ 6 സംസ്ഥാനങ്ങളും അതിന് റിപ്ലൈ ചെയ്യേണ്ടത്. അപ്പം അതിനെപ്പറ്റി സാറിൻ്റെ ഒരു ഒപ്പീനിയൻ എന്താണ് സാർ? എൻ്റെ ഒപ്പീനിയൻ, ഈ മലയോര മേഖലകളിൽ ഇന്ത്യയിൽ 28 സ്റ്റേറ്റിലും കർഷകരുണ്ട്. അതിൻ്റെ അകത്ത് വിവിധ നാനാജാതി വിഭാഗങ്ങളുണ്ട്. കേരളത്തിലെ ഹിൽസിൽ മാത്രമേ പേരിനെങ്കിലും, ഇപ്പോൾ പകുതി പേര് പോയി പുറത്തോട്ടൊക്കെ ആയിട്ട്, പേരിനെങ്കിലും ക്രിസ്ത്യൻ കർഷകരുള്ളൂ. ഇത് എങ്ങനെ അവിടെ വന്നു എന്ന് ചോദിച്ചാൽ, ഇവിടുത്തെ ഹിന്ദു രാജാക്കന്മാരും ഹിന്ദു നാടുവാഴികളും സ്പൈസസ് ഇതിലൂടെയും ഭക്ഷ്യവസ്തുക്കളിലൂടെയും വലിയൊരു വരുമാനം അതാത് രാജ്യങ്ങൾക്ക് ഉണ്ടാകാൻ വേണ്ടിയും ഇവിടുത്തെ ഭക്ഷ്യക്ഷാമം ഇല്ലാണ്ടാക്കാനും വേണ്ടി അന്ന് കാട് വെട്ടിത്തെളിച്ച് കൃഷി ചെയ്യുക, ആടുമാട് വളർത്തുക, സ്പൈസസ് കൃഷി ചെയ്യുക എന്നുള്ള ഒരു നയം കൊണ്ടുവരികയും പിന്നീട് വന്ന ബ്രിട്ടീഷുകാർ അത് കുറച്ചുകൂടെ വ്യാപകമാക്കുകയും അതിനുശേഷം വന്ന ഡെമോക്രാറ്റിക് ഗവൺമെൻറ് 47 തുടങ്ങിയുള്ള ഡെമോക്രാറ്റിക് ഗവൺമെൻറ്റുകൾ അത് റെഗുലറൈസ് ചെയ്യുകയും ചെയ്തു. ഇത് വലിയ കുഴപ്പമില്ലാണ്ടാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഇതിനെ കമേഴ്ഷ്യലൈസ് ചെയ്യാൻ വേണ്ടി പാറമട ലോബിയും റിസോർട്ട് ലോബിയും കൂടെ നടത്തിയ അഭ്യാസങ്ങളാണ് അവിടെ ഓവറായിട്ട് പോപ്പുലേഷൻ വരാൻ കാരണം. ഇപ്പം ഈ അടുത്ത ഒരു 20 വർഷമായിട്ട് ബംഗ്ലാദേശി റോഹിംഗ്യകളെ കൂടെ അങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോഴത്തേക്കും അത് വേറൊരു ലെവലിലോട്ട് മാറി. ഇതാണ് ഇപ്പോഴത്തെ നിലവാരം. ഇനി ഈ ഗാഡ്ഗിൽ കസ്തൂരി വരാനുള്ള കാരണമെന്ന് പറയുന്നത്, ജനങ്ങളുമായിട്ടും യാതൊരു ബന്ധവും ഇല്ലാത്ത 1-2 ഉപദേശകര് നമ്മുടെ രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും ഉണ്ടായിരുന്നു. സാം പെട്രോഡ, മറ്റേ ജയറാം രമേശ്, അങ്ങനെയുള്ള ചില ആൾക്കാരുണ്ടായിരുന്നു. അവര് ഏതോ ഒരു കാർബൺ ഫണ്ടോ എന്തൊക്കെയോ ഇന്റർനാഷണൽ പ്രോജക്റ്റുകളിൽ നിന്ന് ഫണ്ട് അടിക്കാൻ വേണ്ടി അവർ തല്ലിക്കൂട്ടി കൊണ്ടുവന്നതാണ് ഈ ഗാഡ്ഗിൽ കസ്തൂരി ടീമുകളെയൊക്കെ. അവർക്ക് ജനങ്ങളുമായിട്ടോ ജനം എങ്ങനെ ജീവിക്കുന്നോ, ജീവിതത്തിൽ ഒരു കപ്പയോ ചേനയോ ചേമ്പോ നട്ടിടുവോ ഒരു ആടിനെയോ മാടിനെയോ വളക്കുകയോ ചെയ്തിട്ടുള്ളവരല്ല ഈ പറഞ്ഞ ആൾക്കാരും. ഡിഫിക്കൽട്ട് ടെറൈൻസിൽ അവരാരും ജീവിച്ചിട്ടില്ല. അവർ ശാസ്ത്രജ്ഞനാണ് എന്ന് പറയുന്നു, ശാസ്ത്രജ്ഞനാണെ ആയിക്കോട്ടെ, ഡിഗ്രി ഉണ്ടല്ലായിക്കോട്ടെ, അതിനെല്ലാം അപ്രൂവ് ചെയ്യുന്നു. അവരോട് വ്യക്തിപരമായിട്ടൊരു വിരോധവും ഇല്ല, അവരവരുടെ അറിവ് പ്രകടിപ്പിക്കുന്നു. പക്ഷേ എന്തിനാണ് കോൺഗ്രസ് കുഴിച്ച കോടനാട്ടെ ആനക്കുഴിയിലോട്ട് പോയി ഈ BJP ഗവൺമെന്റ് പോകുന്നത് എന്നുള്ളത്
അവർ തന്നെ ഉത്തരം പറയേണ്ടി വരും. കാരണം കോൺഗ്രസ് കുഴിച്ച എല്ലാ കുഴിയിലോട്ടും കഴിഞ്ഞ 10 വർഷമായിട്ട് BJP പോയി സ്വയം ചാടുകയായിരുന്നു. ഒരു വ്യാജ കർഷക സമരം ഉണ്ടാക്കി, അതിനെ പേടിച്ച് അത് പിൻവലിച്ചു, നല്ല ബില്ലുകൾ പിൻവലിച്ചു. ഏത് ഒറിജിനൽ കർഷക സമരമല്ല, വ്യാജ ഖാലിസ്ഥാനി കർഷക സമരത്തെ പേടിച്ച് ബില്ലുമായിട്ട് വാലും പൊക്കിക്കൊണ്ട് ഓടി. CAA NRC കൊണ്ടുവന്നു. ബംഗ്ലാദേശികളും റോഹിംഗ്യകളും സമരം ഉണ്ടാക്കിയപ്പം ആ ബില്ലും പൊക്കിക്കൊണ്ട് ഓടി. അങ്ങനെ കഴിഞ്ഞ 10 വർഷമായിട്ട് നടപ്പിലാക്കേണ്ട ഒരു കാര്യവും നടപ്പിലാക്കാൻ പറ്റിയില്ല. നടപ്പിലാക്കൂന്ന് പറഞ്ഞ കാര്യങ്ങൾ ഈ കലാപകാരികളെയും ഇന്ത്യ അലയൻസിനെയും പേടിച്ച് നടപ്പിലാക്കാത്ത ഗവൺമെന്റ് പറയുകയാണ് ഞങ്ങൾ കർഷകരുടെ മേൽ സ്കോർ ചെയ്യുമെന്ന് പറഞ്ഞാൽ അത് നടത്തും എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആകെ BJPക്കുള്ള വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് കർഷകനാണ്, ഏത് സ്റ്റേറ്റ് എടുത്താലും. ഈ ഗാഡ്ഗിൽ കസ്തൂരി വന്നപ്പം BJPയുടെ അന്നത്തെ ഘടകകക്ഷിയായ ജയലളിത പറഞ്ഞു നടക്കുകയില്ല. തമിഴ്നാട്ടിലും ഇതിന്റെ ഈ കേരളത്തിലുള്ള പോലെ തന്നെ പശ്ചിമഘട്ടം തമിഴ്നാട്ടിലും ഉണ്ട്. അതിന്റെ അപ്പുറത്തെ സൈഡ് തമിഴ്നാട്ടിലാണ് പശ്ചിമഘട്ടത്തിന്റെ പകുതിയേ ഇപ്പുറത്തുള്ളൂ. അവര് പറഞ്ഞു നടക്കാൻ പറ്റത്തില്ല, അങ്ങോട്ട് കയറാൻ സോണിയാഗാന്ധിക്കോ ഈ ജയറാം രമേശിനോ പറ്റിയില്ല. കർണാടകത്തിൽ ശ്രീ യെദ്യൂരപ്പന്റെ നേതൃത്വത്തിലുള്ള BJP പറഞ്ഞു കൊടകിലും കൂർഗിലും ഒക്കെ ഞങ്ങളുടെ ആൾക്കാരുണ്ട്, ആരും ഇറങ്ങത്തില്ല, നടക്കാൻ പറ്റത്തില്ല. മനോഹർ പാരിക്കർ ഗോവയിൽ പറഞ്ഞു ഇത് നടക്കില്ല. മഹാരാഷ്ട്രയിലെ BJP പറഞ്ഞു പറ്റത്തില്ല. അതോടുകൂടി പക്ഷേ പ്രശ്നം എവിടെയാന്ന് ചോദിച്ചാൽ കേരളത്തിലെ BJPക്ക് ഇപ്പോഴും ഒരു നിലപാട് ഇതിൻ്റെ അകത്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേരളത്തിൽ ഈ കൺഫ്യൂഷൻ ഉണ്ടായത്. ഞങ്ങൾ കർഷകരുടെ കൂടെയാണ്, റിസോർട്ടിന്റെയും പാറമടക്കാരുടെയും കൂടെ അല്ല എന്ന കാര്യം ഈ കേരളത്തിലെ പാറമടജീകൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രശ്നം തീരും. അത് കേന്ദ്രത്തെ അറിയിക്കുകയും ചെയ്യണം. ഇവിടുത്തെ കർഷകരെ ഇവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നത് സാമൂതിരി, കൊച്ചി രാജാവ്, മറ്റേ തിരുവിതാംകൂർ രാജാവൊക്കെയാണ്. അവര് 1-ാം ലോകമഹായുദ്ധ കാലത്തും 2-ാം ലോകമഹായുദ്ധ കാലത്തും ആൾക്കാരെ സംരക്ഷിച്ചവരാണ്. ഈ നമുക്ക് ഇതിൻ്റെ അകത്തൊരു ആഗോള അജണ്ട കൂടെ ഉണ്ട്. അതായത് ഈ സ്പൈസസിൽ ഇന്ത്യയാണ് ഗ്ലോബൽ ലീഡർ. IT മാത്രമല്ല ഇന്ത്യ ഗ്ലോബൽ ലീഡർ, സ്പൈസസിൽ ഇന്ത്യ ഗ്ലോബൽ ലീഡറാണ്. അതിൽ ആ ഗ്ലോബൽ ലീഡറിലെ പല കാര്യത്തിലും ഫേക്ക് നമ്പർ 1 കേരള എന്ന് പറയുമെങ്കിലും ഒറിജിനൽ നമ്പർ 1 കേരള ഉള്ള ഭാഗമാണ് ഈ സ്പൈസസ്. അപ്പൊ ഈ സ്പൈസസിന്റെ ലിസ്റ്റിൽ നിന്നും മാർക്കറ്റിൽ നിന്നും കേരളത്തെയും ഇന്ത്യയും ഇല്ലാണ്ടാക്കാനുള്ള കോൺഗ്രസിന്റെയും അന്നത്തെ UPA അലയൻസ്, ഇന്ത്യ അലയൻസിന്റെയും പ്ലാനാണ് ഈ ജയറാം രമേശ് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. അതിനുവേണ്ടി കൊണ്ടുവന്ന ഒരു കുഞ്ഞു കൈക്കോടാലി മാത്രമേ ഈ ഗാഡ്ഗിലും കസ്തൂരിയൊക്കെ ഉള്ളൂ. പക്ഷേ സംഭവിച്ചത് എവിടെയാണ്? ഈ പ്രോബ്ലം എന്താ പറഞ്ഞപ്പോ ഈ വയനാട് ദുരന്തം നടന്നപ്പോ തൊട്ടന്നെ അതിൽ കാണിച്ച കുറച്ച് ഗ്രാമങ്ങളും അതിൽ കാണിച്ച 2 താലൂക്കുകളും ഈ എൻവയോൺമെന്റൽ സോണിൽ ഉണ്ടായിരുന്നായിരുന്നു, സെൻസിറ്റീവ് ഏരിയയിലുണ്ടായിരുന്നു. ESA, ESZ ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ ഇത് അടിച്ചു പോയി കഴിഞ്ഞ് ഈ 100-300 പേരെ കാണാനില്ല. ചിലവരുടെ ഇനി ബോഡി കിട്ടുമെന്ന് തന്നെ അറിഞ്ഞുകൂടെ ചിലവരൊക്കെ. അങ്ങനത്തെ ഒരു പരിസ്ഥിതി വരുമ്പോൾ ഇപ്പോൾ ഇവരെങ്ങാൻ ഈ പറഞ്ഞ മാതിരി കോടതി കയറി, കോടതിയാണ് സുപ്രീം കോടതി റെഡിയാണല്ലോ ഇങ്ങനത്തെ കേസൊക്കെ കേൾക്കാൻ. കപിൽ സിബൽ ഇവർ പറയും ഇതാ കണ്ട ഇവരൊക്കെ കയറി അവിടെ കയറി എല്ലാം കുന്നു നിരത്തി അവിടെ ഈ പറഞ്ഞ വീട് പണിത് ഇതൊക്കെ ചെയ്ത കാരനാണ് ഈ മൊത്തം ഇടിഞ്ഞു പൊളിഞ്ഞ് ചുവട്ടിലേക്ക് വന്നത്. നാളെ ഇത് മൂന്നാറിലുണ്ടാവും, പിന്നെ കോട്ടയത്തുണ്ടാവും, വേറെ എവിടെയെങ്കിലും ഹൈ റേഞ്ച്. തൃശ്ശൂർ കഴിഞ്ഞ ആഴ്ച കണ്ടിരുന്നു നമ്മൾ അവിടെ സ്ഥലത്ത് ഈ ഹൈ റേഞ്ചിൽ. അപ്പോൾ ഇങ്ങനൊരു ഇത് വരുമ്പോൾ ഈ ഗ്രീൻ ട്രിബ്യൂണലിൻ്റെ അടുത്ത് പോലെ NGTയുടെ അടുത്ത് പോവുക, അതെങ്കിൽ വേറെ ഈ പറഞ്ഞമാതിരി കോടതിയിൽ കയറി കഴിഞ്ഞാൽ കർഷകർക്ക്, എവിടുത്തെ കർഷകർ ആക്ച്വലി കസ്തൂരി രംഗൻ കമ്മിറ്റി ആവായോ അതോ ഗാഡ്ഗിൽ കമ്മിറ്റി ആയാലും കർഷകരെ നിർത്തതല്ല പറഞ്ഞിട്ട് അവരുടെ പരിപാടി അവർക്ക് നടത്താം, അവർക്ക് അവിടെ ചെയ്യാം, ഫാർമിങ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ മാതിരി പാറ കമ്പനികളും ഈ റിസോർട്ട് മാഫിയയും ഇവരെ മാറ്റാൻ എവിടുത്തെ പൊളിറ്റിക്കൽ നമ്മൾ കണ്ടിട്ടുണ്ട്. എവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരുടെ തന്നെ റിസോർട്ട് ഉണ്ട്, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതൊക്കെ എല്ലാവരും നടത്തുന്ന റിസോർട്ട് നടത്തുന്ന മൂന്നാറായാലും നമ്മൾ വയനാടായാലും നമ്മളറിയാം. മണിമാഷിൻ്റെ കാര്യമൊക്കെ നമുക്ക് പറയേണ്ട ആവശ്യമില്ല. തോന്നിയ മാതിരിയാണ് പട്ടയൊക്കെ കൊടുത്തേക്കുന്നത്. പക്ഷെ അങ്ങനെ പോയി കഴിഞ്ഞാൽ നാളെ ആരെങ്കിലും കോടതി കയറി കഴിഞ്ഞാൽ എന്തായിരിക്കും സാറേ ഇതിന്റെ പരിസ്ഥിതി? അവിടുന്ന് എന്താ നടക്കാൻ പോകുന്നത്? കോടതിയും ഗവൺമെന്റും എന്ത് ചെയ്യും എന്നതിനെപ്പറ്റി നമ്മളിപ്പോൾ ആകുലപ്പെട്ടുണ്ടോ നമുക്കത് പ്രെഡിക്റ്റ് ചെയ്യാനോ പറ്റത്തില്ല. പക്ഷെ എന്ത് ചെയ്യരുതെന്നുള്ള കാര്യം കൃത്യമായിട്ട് പറയാം. കാരണം ഇവർ പറയുന്ന ഒരു കാര്യമുണ്ട്, കർഷകൻ അവിടെ കൃഷി ചെയ്തോട്ടെ. കർഷകൻ അവിടെ കൃഷി ചെയ്യുമ്പോൾ അയാൾക്ക് താമസിക്കാനുള്ള വീട് വേണം, അവർക്ക് കുടുംബമായിട്ട് ജീവിക്കാനുള്ള വേണം, എഡ്യൂക്കേഷൻ വേണം, ഹെൽത്ത് വേണം, ട്രാൻസ്പോർട്ടേഷൻ വേണം, കമ്മ്യൂണിക്കേഷൻ വേണം, എല്ലാ കാര്യങ്ങളും കർഷകർക്ക് കൊടുക്കണം. അല്ലാണ്ട് കർഷകൻ ഞാൻ എറണാകുളത്തിലെ ഫ്ലാറ്റില് കടലിന്റെ എല്ലാം ആസ്വദിച്ച് അവിടെ ഇരിക്കും, കർഷകൻ അവിടെ ഏറുമാടത്തെ കഴിഞ്ഞോണം എന്ന് പറയാൻ ഒരു വ്യാജ പരിസ്ഥിതിക്കാരനെയും ഒരു കോടതിയെയും ഒരു ട്രിബ്യൂണലിനെയും ഒരു ഗവൺമെന്റിനെയും അനുവദിക്കില്ല. അതായത് ഒരാൾക്ക് ഒരു ഫെസിലിറ്റി, നിങ്ങൾക്ക്
കൂട്ടിപ്പം ആൾക്കാർക്ക് കേരളത്തിലെ പരിസ്ഥിതിവാദികളെല്ലാം എറണാകുളം കേന്ദ്രീകരിച്ചാണ് AC ഫ്ലാറ്റിലായിരിക്കുന്നത്, കടലിൽ നിന്ന് കാറ്റൊക്കെ അടിച്ചായിരിക്കുന്നത്. പക്ഷേ കർഷകൻ ഏറുമാടത്തെ കഴിഞ്ഞോണം, കാർ അങ്ങോട്ട് പോകാൻ പറ്റില്ല, അവൻ കാളവണ്ടി ഉപയോഗിച്ചോണം, അവൻ 3000 വർഷം 4000 വർഷം പഴകിയിരുന്നോണം, ഞാൻ മോഡേൺ ആയിട്ടിരിക്കണം. കർഷകരൊക്കെ എന്ന് പറയുന്നത് ഇപ്പോൾ ആൾക്കാർക്ക് വിദ്യാഭ്യാസം ഉണ്ട്, അവയർനെസ് ഉണ്ട്. അതുകൊണ്ട് കോടതി വഴി കൊണ്ടുവന്നാലും നേരിട്ട് കൊണ്ടുവന്നാലും ഇപ്പോൾ ഇതിൻ്റെ അകത്തൊറ്റ കാര്യമുണ്ട്, ഗവൺമെന്റിന് ഒരു പോളിസി വേണം. ഒറിജിനൽ കർഷകൻ ആര്, വ്യാജൻ ആര്? ഖാലിസ്ഥാനി വ്യാജ കർഷകനെ പേടിച്ച് നിക്കറിൽ മുള്ളിയ ആൾക്കാര് ഒറിജിനൽ കർഷകന്റെ അടുത്ത് വന്ന് മസിൽ വരിപ്പിച്ച് കാണിക്കും, ഞങ്ങൾ കോടതിയെ ഉപയോഗിക്കും, ഞങ്ങൾ ഗ്രീൻ ട്രിബ്യൂണലിനെ ഉപയോഗിക്കും, ഞങ്ങൾ പോലീസിനെ ഉപയോഗിക്കും, സൈന്യത്തെ ഉപയോഗിക്കും എന്നൊക്കെ പറഞ്ഞാലൊന്നും കർഷകനൊന്നും പേടിക്കത്തില്ല. ആ കാലമൊക്കെ കടന്നുപോയി. അതുകൊണ്ട് വ്യാജ പരിസ്ഥിതിവാദികളും വ്യാജ മൃഗസ്നേഹികളും ഒക്കെ മനസ്സിലാക്കുക, കർഷകനാണ് രാജ്യത്തിന്റെ സമ്പത്ത്. ഈ എന്ത് നിയമങ്ങളും റിപ്പോർട്ടും ഉണ്ടെങ്കിലും കർഷകനെ ഒരു കാർഗിലിൽ നമ്മളെ കാക്കുന്ന സൈനികനെ നമ്മൾ ബഹുമാനിക്കുകയും സംരക്ഷിക്കുകയും പോലെ തന്നെയാണ് ജയ് ജവാൻ ജയ് കിസാൻ കർഷകനെയും സംരക്ഷിക്കേണ്ടത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു പോളിസി സെൻട്രൽ ഗവൺമെന്റിനും ഭരിക്കുന്ന കക്ഷിയായ BJPക്കും വേണം. ഇവിടെ സംഭവിച്ചത് ഞാൻ മനസ്സിലാക്കുന്നത്, കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടപ്പം, കമ്മ്യൂണിസ്റ്റിന് ഡൽഹിയിലെ ഗ്രിപ്പ് നഷ്ടപ്പെട്ടപ്പം കോൺഗ്രസിൽ നിന്നും കമ്മ്യൂണിസ്റ്റിൽ നിന്നും ഒത്തിരി വ്യാജ ബുദ്ധിജീവികൾ ഞങ്ങളുടെ പാർട്ടിയിലേക്ക് BJPയിലേക്ക് ഒഴുകി വന്നിട്ടുണ്ട്. അവരാണ് ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ പോളിസി ചേഞ്ചിന് കാരണം. നേരത്തെ ചെറിയ കഞ്ചാവ് വീടിയൊക്കെ വലിച്ച് ചെങ്കോണകമായിട്ട് AKG സെന്ററിലും ഇന്ദിരാഭവനിലും ഒക്കെ ഇരുന്നവർ വ്യാജ ബുദ്ധിജീവികൾ ഭരണം നഷ്ടപ്പെട്ടതോടുകൂടി ഇപ്പുറത്തെ സൈഡിലോട്ട് ഒഴുകി വന്നിട്ടുണ്ട്. അങ്ങനെ ഒഴുകി വന്നവർ പറയുന്നത് കേട്ടാൽ സംഭവിക്കുന്നത്, രാജ്യത്തിന് സംഭവിക്കുന്നത് മഹാദുരന്തമായിരിക്കും. കാരണം ഇന്ത്യയെ സ്പൈസ് ഭൂപടത്തിൽ നിന്നും ഒഴിവാക്കാൻ വേണ്ടിയുള്ള തന്ത്രങ്ങളാണ് പല ആൾക്കാരും പല രീതിയിൽ പൊതിഞ്ഞുകൊണ്ടിരുന്നത്. സ്റ്റാൻലി സാർ, എനിക്കൊരു ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ. ഒരു കാര്യം, ഇപ്പൊ ഈ നടന്ന ദുരന്തം ഹാരിസൺ മലയാളം എസ്റ്റേറ്റിന്റെ അവിടെ നിന്നുള്ള അതിന് മുകളിലുള്ള ഭൂപ്രദേശത്തു നിന്നാണ് കല്ലും മരമൊക്കെ ഇടിഞ്ഞു വന്നത് ഉരുൾപൊട്ടിയിട്ട്. ഈ ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന എത്ര കാലവും ചായയുടെ എസ്റ്റേറ്റും അത് ഇതൊക്കെ ആയിട്ട് നടന്നപ്പോൾ അന്ന് ഇതുമാതിരി ദുരന്തങ്ങൾ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? അതോ ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ ഈ റിസോർട്ട് മാഫിയയും ഈ പാറ കല്ല് പൊളിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുടെ കാരണമാണോ ഇപ്പൊ നടക്കുന്നത്? ബിക്കോസ് അന്ന് എത്ര ഈ ഉരുൾപൊട്ടുണ്ട് പറഞ്ഞൂടെ, പഴയ റെക്കോർഡിൽ ഉണ്ടായിരിക്കും. പക്ഷെ ഇതേമാതിരിയുള്ള ട്രാജഡിയൊക്കെ അന്ന് നടന്നിട്ടുണ്ടോ? അതോ ഇത് പുതിയ ഇൻഡസ്ട്രിയലൈസേഷൻ കാരണം നടക്കുകയാണോ? അല്ല, അതായത് ഈ പ്രകൃതി ദുരന്തങ്ങൾ അന്നും ഇന്നും, സുനാമിയോ ഉരുൾപൊട്ടലോ മലയിടിച്ചിലും ഇതെല്ലാം അന്നും ഇന്നും പണ്ടത്തെ പോലെ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. പിന്നെ എന്തുകൊണ്ട് ആൾനാശം, പോപ്പുലേഷൻ കുറവായിരുന്നു ഈ മലകളിലൊക്കെ. അന്ന് കുറെ കാലം പുറകോട്ട് പോയാലും പോപ്പുലേഷൻ ഇല്ലായിരുന്നു, അല്ലെ 10 20 പേര് എവിടെയായാലും മാറി താമസിക്കുന്നു. ഇപ്പൊ വന്നു കഴിഞ്ഞപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്, ഇപ്പൊ സാധാരണ ഒരു മഴ പെയ്താൽ അല്ലെ ഒരു വലിയ മഴ പെയ്താൽ വെള്ളം ഒഴുകുന്ന സ്ഥലത്ത് നിന്നും വളരെ അടുത്തായിട്ട് ആൾക്കാർ വീട് വെച്ചിട്ടുണ്ട്. ഈ പുഴയോടും വലരിയോടും മറ്റ് ബ്രൂക്കിനോടൊക്കെ അനുബന്ധിച്ച് വീട് വെച്ചിട്ടുണ്ട്. അപ്പം ഉരുൾപൊട്ടൽ ഉണ്ടായി വെള്ളം അതിലേ വരുമോ, അതല്ലാതെ നാച്ചുറൽ അല്ലാത്ത ഒരു സ്ഥലത്തൂടെ വെള്ളം വരുമോ ചെയ്താൽ ചിലപ്പോൾ അത് വീടിനെയോ പള്ളിക്കൂടത്തിനെയോ ഒക്കെ അത് ഇടിച്ചോണ്ട് പോകാം. അത് എവിടെ വേണേൽ സംഭവിക്കാം. ഇപ്പൊ നമ്മൾ ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കുന്നു, ഇപ്പുറത്ത് കുറച്ച് കഴിയുമ്പോൾ ഒരു മാളോ ഒരു റെയിൽവേ ട്രാക്കോ ഒക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ, അത് കോട്ടയത്തോ എറണാകുളത്തോ ആണെങ്കിലും വെള്ളം കയറാം. അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പണ്ട് വെള്ളം കയറാത്ത സ്ഥലങ്ങളിൽ ഇപ്പോൾ വെള്ളം കയറുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ചില ഫ്ലോ തടയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇത് ഒരു കാരണമാണ്. പക്ഷേ ഈ ഗാഡ്ഗിൽ തന്നെ ഇന്നലെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് ഒന്നാം തരം പ്രകൃതി ദുരന്തമാണ്, വേറെ ഒന്നുകൊണ്ടും അല്ല സംഭവിച്ചിരിക്കുന്നത്. ആ പ്രകൃതി ദുരന്തം സംഭവിച്ചതിന്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് അത്. വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള അമേരിക്കയിലും ജർമ്മനിയിലും പല സ്ഥലത്തും ഇത് ഉണ്ടാകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ശ്രീലങ്കയിലുണ്ടായി, മലേഷ്യയിലും ഇന്തോനേഷ്യയിലും ഒക്കെ ഉണ്ടായി. പ്രകൃതി ദുരന്തങ്ങൾ ലോകത്ത് എല്ലായിടത്തും ഉണ്ട്. അതിന് കർഷകരെ കുറ്റം പറയാനോ ഗാഡ്ഗിലിനെ കുറ്റം പറയാനോ ഒന്നും ആവശ്യമില്ല. പ്രകൃതി ദുരന്തം ആരെയും കുറ്റം പറയുന്നില്ല. പക്ഷെ എനിക്ക് പറയാനുള്ള അത്രേ ഉള്ളൂ. എനിക്ക് തോന്നണേ പണ്ട് സാറ് പറഞ്ഞാൽ പണ്ടും ഇത് 100 കൊല്ലം 150 കൊല്ലം പഴക്കമുള്ള അന്നും നടന്നിട്ടുണ്ടാവും. പക്ഷെ അന്ന് ടെലിവിഷൻ ചാനലുകൾ ഉണ്ടായിരുന്നില്ല, അന്ന് 24/7 ന്യൂസ് കവറേജ് ഉണ്ടായിരുന്നില്ല. ഇന്ന് അതുണ്ട്. അത് കാരണം ആൾക്കാർ അറിയുന്നു. സാറിന് അറിയായിരിക്കും, പണ്ട് ഗുജറാത്തിൽ വലിയൊരു ഭൂകമ്പം ഉണ്ടായിരുന്നു. ഭുജ് ഏരിയയിലൊക്കെ കുറെ പേര് കൊല്ലപ്പെട്ടു. 26 ജാനുവരിക്ക് നടന്നൊരു ഭൂകമ്പമായിരുന്നു അത്. ലാത്തൂർ നടന്നു. അത് കഴിഞ്ഞിട്ട് അന്നൊന്നും ടെലിവിഷൻ ചാനൽ അത്ര ആക്റ്റീവ് ആയിരുന്നില്ല. എനിക്ക് തോന്നണേ ഒന്ന് ടെലിവിഷൻ ചാനലിന്റെ 2 സൈഡ് ഉണ്ട്. ഒന്ന് അത് ഇൻഫർമേഷൻ അറിയിക്കുക, പിന്നെ ഒന്ന് ഈ പറഞ്ഞ മാതിരി രാഹുൽ ഗാന്ധിയുടെ മാതിരിയുള്ള ആൾക്കാർ വന്നിട്ട് വൾച്ചർ ടൂറിസം എന്ന് പറയും. നമ്മൾ ഇന്ന് വന്ന് വെറുതെ വന്ന് കണ്ട് കുറെ ക്യാമറക്കാരെ കൂടെ കൊണ്ടു ചെയ്യുന്ന പരിപാടി. പക്ഷെ എനിക്ക് തോന്നുന്നത് കേരളത്തിലെ കർഷകരും BJP യൂണിയൻ ഗവൺമെന്റ്, ബിക്കോസ് യൂണിയൻ ഗവൺമെന്റ് മിനിസ്ട്രി ഓഫ് എൻവയൺമെന്റ് ആൻഡ് ഫോറസ്റ്റ് അവരാണ് ഇതിൽ ഈ ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷൻ ഇഷ്യൂ ചെയ്തത്. ഇവരെല്ലാം കൂടിയിരുന്ന് ചർച്ച ചെയ്തിട്ട്
എന്താണ് ഏറ്റവും നല്ല ഒരു പരിഹാരം വേണ്ടത്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യണോ ഒരൊറ്റടിക്ക് ചെയ്യണോ എന്നുള്ള കാര്യം ചെയ്യേണ്ടതാണ്. ഡെഫിനറ്റ് ആയിട്ട് നമുക്ക് ഇതിനെപ്പറ്റി ഇനിയും ചർച്ച ചെയ്യാം സാറേ. ഇന്ന് അല്ല ചർച്ച ചെയ്യാൻ പാർട്ടിയിൽ ഇതേ സംബന്ധിച്ച് രണ്ട് അഭിപ്രായം ഉണ്ട്. കാരണം കർഷകരെ സംരക്ഷിക്കണമെന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അതായത് ഇത്രയും ഞാൻ എൻ്റെ പാർട്ടിയിൽ തന്നെ ഞാൻ പറഞ്ഞ അഭിപ്രായം ഇതാണ്. ഖാലിസ്ഥാനികളോട് തോറ്റതിന്റെ വിഷമം കേരളത്തിലെ കർഷകരോട് കാണിക്കരുത്. ഖാലിസ്ഥാനികളോട് ദയനീയമായിട്ട് തോറ്റു. കാരണം ആ തോറ്റതിന്റെ കേട് തീർക്കാൻ വേണ്ടി ഇവിടെ ഇപ്പൊ ഞാൻ ഉറപ്പായിട്ട് പറയാം, കർണാടകത്തിലോ തമിഴ്നാട്ടിലോ ഗോവയിലോ മഹാരാഷ്ട്രയിലോ ഒന്നും ഇത് നടപ്പിലാക്കാൻ പറ്റത്തില്ല. കാരണം അവിടെ സിറ്റുവേഷൻ വരെ അവിടുത്തെ നേതാക്കന്മാര് കേരളത്തിലെ നേതാക്കന്മാരെ പോലെ അല്ല, നട്ടലുള്ള നേതാക്കന്മാരാ. പോയി പണി നോക്കാൻ പറയും. നിങ്ങൾ കണ്ടോ വരും ദിവസങ്ങളിൽ ഇതിനെപ്പറ്റി ഇനിയും ഡിബേറ്റ് ചെയ്യാം സാറേ. ഇന്നത്തേക്ക് നമസ്കാരം. ഓക്കെ, താങ്ക് യു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.